Number 35, a current carrying wire in the neighborhood produces. ഒരു കറണ്ട് ക്യാരിങ് വയർ അതിൻ്റെ സറൗണ്ടിങ്ങിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് പണ്ണും. മാഗ്നറ്റിക് ഫീൽഡ് മൂവിങ് ചാർജസ് പ്രൊഡ്യൂസ് പണ്ണും. ചാർജ് എപ്പോൾ ഇരുന്നാലും അതിനെ സറൗണ്ടിങ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കും, വെദർ ഇറ്റ് ഈസ് മൂവിങ് ഓർ റെസ്റ്റ്. ഓക്കെ, therefore the answer is first one, electric and magnetic field. Now question number 36, YDXC experiment, the distance between the slit is small d is given as 10 lambda. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ് ഈസ് കമ്പയറബിൾ ടു ദ വേവ് ലെങ്ത് എന്നാണ്. അപ്പോൾ ആ കേസിൽ നോർമലി നമ്മൾ YDSC പഠിക്കുമ്പോൾ ഡി ടാൻ തീറ്റയാണ് പാത്ത് ഡിഫറൻസ്, ഡെൽറ്റ ഈക്വൽ ടു ഡി ടാൻ തീറ്റ. ബട്ട് വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ് ഈസ് കമ്പയറബിൾ ടു ദ വേവ് ലെങ്ത്, കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ഡി സൈൻ തീറ്റ ഈക്വൽ ടു പാത്ത് ഡിഫറൻസ് എന്ന് എടുക്കും. ഓക്കെ, ദാറ്റ് ഈസ് വൈ നമ്മൾ ഡിഫ്രാക്ഷൻ പഠിക്കുമ്പോൾ ഡി സൈൻ തീറ്റ എന്നാണ് യൂസ് பண்ணுறது, പക്ഷേ ഇൻ്റർഫറൻസ് പഠിക്കുമ്പോൾ ഡി ടാൻ തീറ്റ. ബട്ട് ഈ കേസിൽ ഇവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ് ഈസ് വെരി സ്മോൾ, ഫോർ പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു ഡി ടാൻ തീറ്റയ്ക്ക് ബദലായിട്ട് യു ഹാവ് ടു ടേക്ക് ഡി സൈൻ തീറ്റ. ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ ഫോർ മാക്സിമം n lambda equal to delta, that is d sin theta for bright. അപ്പോൾ sin theta you will get n lambda by d, therefore 8th maximum ആകുമ്പോൾ 8 into lambda by distance between the slits is 10 lambda. Answer is sin theta is equal to 4/5. ഇനി now consider the diagram. ഈ ഡയഗ്രത്തിൽ ഈ y താൻ കേട്ടിരിക്കും പൊസിഷൻ. ഈ ഡയഗ്രത്തിൽ tan theta എടുത്താൽ y by capital D എന്ന് വരും. അപ്പോൾ therefore tan theta വാല്യൂ sin theta ഇരിക്കും, അതിൽ നിന്ന് ഈസിലി ഗെറ്റ് tan theta equal to 4/3. From the diagram we can write tan theta equal to y by d and y is equal to 4d/3. Suppose if we take d tan theta, നമ്മൾ നോർമലി YDSC பண்ணும்போது d tan theta എടുക്കും, d tan theta എടുത്താൽ 4d/5 the ആൻസർ വരും. ബട്ട് ഇത് കേസിൽ നോർമൽ ക്വസ്റ്റ്യൻസിന് അപ്പടി പണിയാൽ പോതും, ബട്ട് ഈ ക്വസ്റ്റ്യനിൽ അപ്പടി പണ്ണക്കൂടാതെ, ബിക്കോസ് ഓപ്ഷൻസിൽ രണ്ടും ഇരിക്കും. അപ്പോൾ മോർ ഓവർ ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ് എന്താണ്, ரொம்ப സ്മോളാണ്. ഈ ഡി സൈൻ തീറ്റയാണ് കൊഞ്ചം കൂടെ കറക്റ്റ്, മോർ ആക്യുറേറ്റ്. നമ്മൾ കാൽക്കുലേഷൻ്റെ പർപ്പസ് ആകെയാണ് ഡി ടാൻ തീറ്റ എടുക്കുന്നത്. ഓക്കേവാ, ദെർഫോർ ഇവിടെ ഡി സൈൻ തീറ്റ വെച്ചിട്ടുള്ള ആൻസർ ഇരിക്കും. മോർ ഓവർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ് ഈസ് സ്മോൾ കമ്പയറബിൾ ടു ദ വേവ് ലെങ്ത്. Therefore I have to take d sin theta and the answer is 4d/3, fourth option. Now question number 39. 39ൽ എന്താണ്, കളർ കോഡ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ therefore remember that BB Roy of Great Britain has a very good wife. ഓക്കെ, അപ്പോൾ ബി മീൻസ് ബ്ലാക്ക്, ബ്രൗൺ, റോയ് 3 ക്യാപിറ്റൽ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രേറ്റ് മീൻസ് ഗ്രീൻ, ബ്രിട്ടൻ ബ്ലൂ, ഹാസ് എ വെരി വയലറ്റ്, ഗ്രേ ഗുഡ് മീൻസ് ഗ്രേ, വൈഫ് W വൈറ്റ്. അപ്പോൾ അതിന് നമ്പർ കൊടുക്കുമ്പോൾ ബ്ലാക്ക് 0, ബ്രൗൺ 1, റെഡ് 2, ഓറഞ്ച് 3, യെല്ലോ 4, ഗ്രീൻ 5, ബ്ലൂ 6, വയലറ്റ് 7, ഗ്രേ 8, വൈറ്റ് 9. ഇനി 3 സ്പെഷ്യൽ റിങ്സ് കൂടി ഇരിക്കും. റിങ് റൈറ്റ് എൻഡിൽ അല്ലെങ്കിൽ നമ്മൾ ഈ കളേർഡ് റിങ് ഉള്ളതിൻ്റെ എൻഡിൽ നോ കളർ വന്നാൽ 20% എറർ ഇരിക്കും, സിൽവർ റിങ് വന്നാൽ 10% എറർ ഇരിക്കും, ഗോൾഡ് ലൈൻ വന്നാൽ 5% എറർ ഇരിക്കും. അപ്പോൾ ഫസ്റ്റ് 2 കളേഴ്സ് അതിൻ്റെ വാല്യൂവിനെ ഇൻഡിക്കേറ്റ് பண்ணுது, മൂന്നാമത്തെ കളർ 10ൻ്റെ പവർ അതിൻ്റെ പവർ தான் ഇൻഡിക്കേറ്റ് பண்ணுது, 4ാമത്തെ ലൈൻ ഇരുന്നാൽ മറ്റും അത് എൻ്റെ ടോളറൻസ് ഇൻഡിക്കേറ്റ് பண்ணுം. അപ്പോൾ ഇവിടെ റെഡ്, വയലറ്റ്, ഗ്രീൻ, സിൽവർ എന്നാണ്. അപ്പോൾ റെഡിനെ കറസ്പോണ്ടിങ് 2, വയലറ്റ് കറസ്പോണ്ടിങ് 7, ഗ്രീൻ കറസ്പോണ്ടിങ് 5. ഫോർ 27 ഇൻറ്റു 10⁵ ഇതാണ് പവറായിട്ട് വരിക. ഇൻറ്റു സിൽവർ ലൈൻ ആയതുകൊണ്ട് 10% എറർ അതിൻ്റെ ടോളറൻസ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 40, അതും ഒരു ലെൻസ് മിറർ സിസ്റ്റമാണ്. അപ്പോൾ ഇതിനകത്ത് ഓബ്ജക്റ്റ് O ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഈ ദൂരം 40 സെൻറ്റിമീറ്റർ ആണ്. ഇതേ പോയിന്റിൽ தான் ഇതിൻ്റെ ഫൈനൽ ഇമേജും ഫോം பண்ணுது. അപ്പോൾ എഫക്റ്റീവ്ലി ഒരു മിറർ ലെൻസ് സിസ്റ്റം ആക്ച്വലി മൊത്തം അതൊരു മിററായിട്ട് தான் ആക്ട് ആകും. കാരണം ഇവിടുന്ന് വരുന്ന ലൈറ്റ് ഇവിടെ തിരുമ്പി റിഫ്ലക്ട് பண்ணி ഇങ്ങനെ தான் വരും. therefore it is acted like a mirror. അപ്പോൾ എഫക്റ്റീവ് പവർ ഈക്വൽ ടു 2 times പവർ ഓഫ് ലെൻസ് പ്ലസ് 2 times പവർ ഓഫ് മിറർ എന്ന് എഴുതാം. അപ്പോൾ ഈ ടോട്ടലി ഈ സിസ്റ്റത്തിനെ ഒരു സിംഗിൾ മിററായിട്ട് ഐ ആം കൺസിഡറിങ്. therefore by mirror formula we can write 1/v plus 1/u equal to 1/f. therefore യും വിയും 40 ആൻഡ് സൈൻ കൺവെൻഷൻ ഇത് മൈനസ് ആണ് വരും. therefore എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് -20 സെൻറ്റിമീറ്റർ എന്ന് ചൊല്ലും. അപ്പോൾ എഫക്റ്റീവ്ലി ഇറ്റ് ഈസ് ആക്ടിങ് ലൈക്ക് എ കോൺകേവ് മിറർ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ പവർ എപ്പോഴും എഴുതാം, 1/effective, F effective is equal to 2 times power of lens. Power of lens mu minus 1, 2/r. പിന്നെ power of mirror 0, it is a plane mirror. അപ്പോൾ ഇനി ഇതിൻ്റെ എഫക്റ്റീവ് പവറിന് I am giving
20 ബിക്കോസ് ഇറ്റ് ഈസ് ആക്ടിങ് ലൈക്ക് എ കോൺകേവ് മിറർ പവർ എന്തായിരിക്കും കൺവേർജിങ് ആകുമ്പോൾ പവർ പോസിറ്റീവ്. ദാറ്റ് ഇസ് വൈ ഐ എം നെഗ്ലക്റ്റിംഗ് ദാറ്റ് സൈൻ. ഇവിടെ സൈൻ എടുക്കുക വേണ്ട. 1/20. Therefore calculation you will get mu is equal to 9/8. Converging power positive, diverging power negative.